ഒരു സമയത്ത് വാർത്തകളിൽ വളരെയധികം ട്രെൻഡിംഗ് ആയി നിന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിനെ കേന്ദ്രവിധ നശിപ്പിക്കാൻ പോകുന്നേ ഭൂരിഭാഗം മുസ്ലിംസ് ഉള്ള ഈ പ്രദേശത്ത് കേന്ദ്രം പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടിറക്കി RSSന്റെ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ പോവുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. അതിന് കുട പിടിച്ചത് നമ്മുടെ പൃഥ്വിരാജിനെ പോലെയുള്ള ഇവിടെയുള്ള ചില സ്യൂഡോ സെക്യുലറിസ്റ്റുകളും ചില സിനിമ താരങ്ങളുമൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് ലക്ഷദ്വീപിനെ മാലിദ്വീപ് അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ അധിക്ഷേപിച്ചപ്പോൾ ഇവരെ ഒന്നും കാണാനും സാധിച്ചില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ ലക്ഷദ്വീപിൽ നിന്ന് വേറൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരികയാണ്. ഇത് വളരെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേഷൻ അറബി ഭാഷ അവരുടെ സ്കൂൾ കരിക്കുലത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നു. വമ്പൻ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തെന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പോലും ഇതിൽ അസ്വസ്ഥനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ആ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു. ലക്ഷദ്വീപിലെ പാഠ്യപദ്ധതിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സംഘപരിവാർവൽക്കരണം നടത്താൻ അനുവദിക്കില്ല, അറബിയും മഹലും നീക്കം ചെയ്യാനുള്ള തീരുമാനത്തെ കേന്ദ്രം ശക്തമായി അപലപിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അഗാധമായിട്ടുള്ള അസ്വസ്ഥത ഞാൻ രേഖപ്പെടുത്തുന്നു എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. മാലിക് ഭാഷാഭേദം എന്നും അറിയപ്പെടുന്ന മഹൽ മാലിദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ദ്വിവേഹിയുടെ ഒരു വകഭേദമാണ്. പഴയ മാലിദ്വീപിൻ്റെ ചില സവിശേഷതകൾ ഈ ഭാഷയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും മലയാളത്തിൻ്റെ സ്വാധീനവും ഉണ്ട് എന്നുള്ളതാണ് ഈ ഭാഷയുടെ ഒരു പ്രത്യേകത. ഈ മാലി ഭാഷയാണ് അവിടെ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. കൂട്ടത്തിൽ അറബി ഭാഷയും ലക്ഷദ്വീപിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഭരണകൂടത്തിൻ്റെ തീരുമാനം, അതായത് ഇത് നീക്കം ചെയ്യാനുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ തീരുമാനം കേരള വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ചോദ്യം ചെയ്യുന്നു. അഗാധമായിട്ടുള്ള അസ്വസ്ഥത എനിക്കുണ്ടാകുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം നട്ടുപിടിപ്പിക്കാനുള്ള തീരുമാനമാണ് ഇത് എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. രാജ്യത്തിൻ്റെ സാംസ്കാരികവും ഭാഷാപരമായിട്ടുള്ള വൈവിധ്യത്തെ ഇത് നശിപ്പിക്കുമെന്നും ശിവൻകുട്ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ദേശീയ പദ്ധതിയുടെ ആ ഒരു ഫ്രെയിം NCF 2023 പ്രകാരം മെയ് 14 വിദ്യാഭ്യാസ വകുപ്പ് 2 ഭാഷകളും നീക്കം ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. മാലിക് ഭാഷാഭേദം എന്നറിയപ്പെടുന്ന മഹൽ മാലിദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ദ്വിവേഹിയുടെ വകഭേദമായിട്ടുള്ള ഭാഷ മാറ്റിയതിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നിന്നും ഉയർന്നു വരുന്നുണ്ട്. കേരളം ദ്വീപിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. എല്ലാ ജനാധിപത്യ ശക്തികളും അക്കാദമിക് സമൂഹവും വിദ്യാഭ്യാസ മേഖലയിലെ സംഘടനകളും ഈ ഭാഷാപരമായിട്ടുള്ള അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും തീരുമാനം പിൻവലിക്കാൻ അധികാരികളോട് ആവശ്യപ്പെടുകയും വേണം എന്നാണ് നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ശിവൻകുട്ടി മന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുക എന്നുള്ളത്, കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്വന്തം മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു ചോദ്യമാണ്. അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കാത്തതിനെ യാതൊരുവിധ കാരണം കൊണ്ടും അപലപിക്കാതെ അതിന് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇപ്പോൾ ലക്ഷദ്വീപിൽ നടക്കുന്ന അറബി ഭാഷ, അത് കേന്ദ്രഭരണ പ്രദേശമാണ്, കേന്ദ്രം അവിടെ തീരുമാനങ്ങൾ എടുത്തോളും. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അറബി ഭാഷ അവിടെ നിന്നും എടുത്തു മാറ്റിയതിൽ പ്രതിഷേധിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ആദ്യം സ്വന്തം കാലിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊലിച്ചു പോകുന്നത് തടഞ്ഞിട്ട് വേണ്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടാൻ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിവാദമാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.